Example 6. Let R be the relation defined in the set A is equal to set 1, 2, 3, 4, 5, 6, 7 by R is equal to set of all ordered pair A, B such that both A and B are either odd or even. Show that R is an equivalence relation. Further, show that all the elements of the subset set 1, 3, 5, 7 are related to each other and all the elements of the subset 2, 4, 6 are related to each other. But elements of the subset 1, 3, 5, 7 is related to any element of the subset 2, 4, 6. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കണം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. നമുക്ക് തന്നേക്കുന്ന റിലേഷൻ എ എന്ന് പറയുന്നത് 1 തൊട്ട് 7 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ എ ഈക്വൽ ടു 1, 2, 3, 4, 5, 6, 7. നമ്മുടെ റിലേഷൻ എന്ന് പറയുന്നത് എ ബി ബോത്ത് എ ആൻഡ് ബി ആർ ഐദർ ഓഡ് ഓർ ഈവൻ. ഒന്നില്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ എ ബി എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കണം. രണ്ടും ഈവൻ അല്ലെങ്കിൽ ഓഡ്. അങ്ങനെയാണ് നമ്മൾ റിലേഷൻ എഴുതാൻ പോകുന്നത്. R is equal to set of all ordered pair A, B such that both A and B are either odd or even. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെറ്റ് ഒന്ന് എഴുതാണ്. അപ്പോൾ സെറ്റ് എങ്ങനെ വരാൻ നോക്കാം. R is equal to set of all ordered pairs. A 1 ചൂസ് ചെയ്യാണ്. 1 ഓഡാണ്. അപ്പോൾ ബി എന്ന് പറയുന്നത് എന്തായാലും ഓഡ് നമ്പേഴ്സ് വരാൻ പാടുള്ളൂ. കാരണം എ ആൻഡ് ബി എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ രണ്ടും ഓടാവാം, അല്ലെങ്കിൽ രണ്ടും ഈവൻ ആവാം. അപ്പോൾ 1 എടുത്തപ്പോൾ ഓടാണ്. അപ്പോൾ 1ൻ്റെ കൂടെ ബാക്കി എല്ലാ ഓഡ് നമ്പേഴ്സിൻ്റെയും കളക്ഷൻ ചെയ്താ 1, 1, 1, 3, 1, 5, 1, 7. ഇനി അടുത്തത് 2 എടുക്കുക. 2 ഈവൻ ആണ്. അപ്പോൾ 2ൻ്റെ കൂടെ സെക്കൻഡ് കോർഡിനേറ്റ് വരുന്നത് എല്ലാം ഈവൻ നമ്പേഴ്സ് ആയിരിക്കും. 2, 2, 2, 4, 2, 6. ഇനി അടുത്തത് 3 എടുക്കുക. 3 ഓഡ് നമ്പറാണ്. അപ്പോൾ 3യുടെ കൂടെ ഓഡ് നമ്പേഴ്സ് ചെയ്താൽ 3, 1, 3, 3, 3, 6, 3, 7, 3, 5, നെക്സ്റ്റ് 4, 4, 2, 4, 4, 4, 6, 5, 1, 5, 3, 5, 5, 5, 7, 6, 2, 6, 4, 6, 6, 7, 1, 7, 3, 7, 5, 7, 7. ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. അതായത് ആർ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആർ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് കാണിക്കാനായിട്ട് നമുക്ക് ആർ എന്ന് പറയുന്നത് ഈ റിലേഷൻ സിമ്മട്രിക് ആണെന്നും റിഫ്ലക്സീവ് ആണെന്നും ട്രാൻസിറ്റീവ് ആണെന്നും കാണിച്ചാൽ മതി. ഫസ്റ്റ് റിഫ്ലക്സീവ് ആണോ നോക്കണം. റിഫ്ലക്സീവിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇഫ് ഫോർ എവറി എ ബിലോങ്സ് ടു എക്ക് എ എന്ന് പറയുന്നത് റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്നത് 1 തൊട്ട് 7 വരെയുള്ളതാണ്. അപ്പോൾ 1 തൊട്ട് 7 വരെയുള്ള എല്ലാ നമ്പേഴ്സും 1, 1, 2, 2, 3, 3, 4, 4, 4, 4, 5, 5, 6, 6, 7, 7 ഈ നമ്പേഴ്സ് അല്ല, ഇതിൻ്റെ ഓർഡർ പെയർ എല്ലാം നമ്മൾ തന്നേക്കുന്ന റിലേഷനിൽ ഉണ്ടോ നോക്കണം. കാരണം ഫോർ എവറി എ ബിലോങ്സ് ടു എ, ഈ എ എന്ന് പറയുന്ന സെറ്റിലത്തെ ഏത് എലമെൻ്റ് എടുത്താലും അതിൻ്റെ എ എന്ന് പറയുന്ന ഫോം നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ റിലേഷൻ റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. റിലേഷൻ നോക്കുകയാണെങ്കിൽ 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്, 5, 5 ഉണ്ട്, 6, 6 ഉണ്ട്, 7, 7 ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ ആണ്. അതായത് ആർ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് ആണെന്ന് പറഞ്ഞു കിട്ടി. സിൻസ് എ element of R for every A belongs to A, R is reflexive. ജനറൽ ആയിട്ട് എഴുതിക്കുന്ന ഇനി നമുക്ക് സിമ്മട്രിക്ക് നോക്കണം, ട്രാൻസിറ്റീവ് നോക്കണം. അപ്പോൾ ജനറൽ ആയിട്ട് എഴുതാണ്, കാരണം ഇത്രയും നമ്പേഴ്സ് നമുക്ക് നോക്കാനുള്ളത് കാരണം ജനറൽ ആയിട്ട് ഇതിൽ എഴുതിയാലും മതി. സിമ്മട്രിക്ക് നോക്കുക.
സിമ്മട്രിക്കിൻ്റെ ഡെഫിനീഷൻ എന്ന് പറയുന്നത് ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ ആർ എന്ന് പറഞ്ഞ റിലേഷൻ ബോത്ത് എ ആൻഡ് ബി ആർ ഐദർ ഓഡ് ഓർ ഈവൻ ആയിരുന്നു, വിച്ച് ഇംപ്ലൈസ് ബോത്ത് എ ആൻഡ് ബി ആർ ഐദർ ഓഡ് ഓർ ഈവൻ. എ ആൻഡ് ബിന് ബി ആൻഡ് എ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ബോത്ത് എ ആൻഡ് ബിക്ക് പകരം ബി ആൻഡ് എ ആർ ഐദർ ഓഡ് ഓർ ഈവൻ എഴുതാൻ പറ്റും. അപ്പോൾ എ ആൻഡ് ബി ആർ ഐദർ ഓഡ് ഈവൻ ഓഡ് ഓർ ഈവൻ ആണെങ്കിൽ എ ബി എലമെൻറ്റ് ഓഫ് ആർ ആണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ബി ആൻഡ് എ ആർ ഐദർ ഓഡ് ഓർ ഈവൻ എന്ന് പറയുകയാണെങ്കിൽ ബി എ എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറയാൻ പറ്റും. അപ്പോൾ എ ബി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് ബി എ എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞിട്ട് ദെർഫോർ ആർ ഈസ് സിമ്മട്രിക്. നെക്സ്റ്റ് ട്രാൻസിറ്റീവ് ആണോ നോക്കണം. ട്രാൻസിറ്റീവിൻ്റെ ഡെഫിനീഷൻ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ എ സി ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ എ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞെടുത്തു. അപ്പോൾ ഡെഫിനീഷൻ അനുസരിച്ച് ആറിൻ്റെ ഡെഫിനീഷൻ അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ആൻഡ് ബി ആർ ഐദർ ഓഡ് ഓർ ഈവൻ ആൻഡ് ബി ആൻഡ് സി ആർ ഐദർ ഓഡ് ഓർ ഈവൻ എന്ന് കിട്ടും. അതായത് എ ബി ആൻഡ് ബി സി ആർ ഓൾ ഓഡ് ഓർ ഓൾ ഈവൻ. എ ആൻഡ് ബി ബി ആൻഡ് സി. അപ്പോൾ ഇതിൽ നിന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എ ബി സി ആർ ഓൾ ഓഡ് ഓർ ഓൾ ഈവൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എയും സിയും മാത്രം എടുക്കുകയാണെങ്കിൽ വിച്ച് ഇംപ്ലൈസ് എ സി എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞു കിട്ടും. എയും ബിയും സിയും എല്ലാം ഒന്നില്ലെങ്കിൽ ഓടാണ് അല്ലെങ്കിൽ ഈവൻ ആണ്. അപ്പോൾ എ സി എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞു കിട്ടും. ഇത് മൂന്നും ഒരുമിച്ചാണ് ഓട് അല്ലെങ്കിൽ ഈവൻ ആവുന്നത്. അപ്പോൾ അതിൽ നിന്ന് എയും സിയും എടുത്താലും അത് എയും സിയും ഒന്നില്ലെങ്കിൽ ഓടാവാം അല്ലെങ്കിൽ ഈവൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് എ സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞു എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എ ബി എലമെൻറ്റ് ഓഫ് ആർ ആൻഡ് ബി സി എലമെൻറ്റ് ഓഫ് ആർ ഇംപ്ലൈസ് എ സി എലമെൻറ്റ് ഓഫ് ആർ എന്ന് പറഞ്ഞിട്ട് ദെർഫോർ ആർ ഈസ് ട്രാൻസിറ്റീവ്. അപ്പോൾ ആറ് റിഫ്ലക്സീവ് ആണ്, സിമ്മട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ആർ എന്ന് പറയുന്നത് ഇക്വാലൻസ് റിലേഷൻ ആണ് കിട്ടി. ദെർഫോർ ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട്. ഈ സെക്കൻഡ് പാർട്ട്, ഈ പാർട്ടിൽ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഈ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് 1 3 5 7 എന്ന് പറഞ്ഞ ഒരു സബ്സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ സബ്സെറ്റിലത്തെ എലമെൻറ്റ്സ് എല്ലാം എല്ലാവരോടും റിലേറ്റഡ് ആണ്, അതായത് റിലേറ്റഡ് ടു ഈച്ച് അതർ ആണ്. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വേറൊരു സബ്സെറ്റ് 2 4 6 എടുക്കുകയാണ്. ഇതിലും സെയിം തന്നെ, അതായത് ഓരോ എലമെൻറ്റും ബാക്കി എല്ലാ എലമെൻറ്റ്സായിട്ടും റിലേറ്റഡ് ആണ്. അങ്ങനെ കാണിക്കണം. അതുപോലെ ഈ രണ്ട് സെറ്റുകൾ തമ്മിൽ ഒരു സെറ്റിൻ്റെ ഉള്ളിൽ റിലേഷൻ പോസിബിൾ ആണ്, പക്ഷേ ഈ രണ്ട് സെറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻ പോസിബിൾ അല്ല. അതാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പം അതിന് മുന്നേ നമ്മുടെ റിലേഷൻ ഒന്ന് നോക്കിയാൽ മതി. റിലേഷൻ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഈ ഓർഡേഡ് പെയർ ഒന്നില്ലെങ്കിൽ രണ്ടും ഈവൻ അല്ലെങ്കിൽ രണ്ടും ഓടും. അപ്പം നമ്മുടെ ഫസ്റ്റ് സെറ്റ് എടുക്കുകയാണെങ്കിൽ 1 3 5 7 ഈ സെറ്റിലത്തെ എലമെൻറ്റ്സ് മൊത്തം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇതിലത്തെ റിലേഷൻ എന്ന് പറയുമ്പോൾ റിലേഷൻ ഓൾറെഡി നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇതിലത്തെ എലമെൻറ്റ്സ് ഏതാണെങ്കിൽ തന്നേക്കുന്ന റിലേഷൻ വെച്ചിട്ട് 1 1 1 3 1 5 1 7 1 എടുക്കും. കാരണം ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. അപ്പോൾ ഓരോ റിലേഷൻ അനുസരിച്ചിട്ട് ഓരോന്നും ബാക്കി എല്ലാത്തിനോടും റിലേറ്റഡ് ആയിരിക്കും. 1 1 വരും, 1 3 വരും, 1 5 വരും, 1 7 വരും. പിന്നെ 3യുടെ കൂടെ 3 1 വരും, 3 5 വരും, 3 7 വരും. അപ്പോൾ ഓരോന്നും എടുക്കുകയാണെങ്കിൽ, കാരണം നമുക്ക് റിലേഷൻ അങ്ങനെയാണ് തന്നേക്കുന്നത്. രണ്ടും ഇത് തന്നേക്കുന്ന സെറ്റ് ഓടാണ്. പിന്നെ റിലേഷനിൽ ഒന്നില്ലെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവനാ വരാൻ പറ്റുള്ളൂ.
അപ്പോൾ ഓരോ എലമെൻറ്റും ബാക്കി എല്ലാത്തിനായിട്ടും റിലേറ്റഡ് ആയിരിക്കും. ഇനി നമ്മുടെ അടുത്ത സബ്സെറ്റ് എന്ന് പറയുന്നത് 2, 4, 6. അതായത് എ എന്ന് പറഞ്ഞ സെറ്റിലത്തെ ഈവൻ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് നമ്മുടെ രണ്ടാമത്തെ സബ്സെറ്റ് എന്ന് പറയുന്നത് 2, 4, 6. ഇതിൽ ഓരോ നമ്പേഴ്സും ഈവൻ ആയ കാരണം കൊണ്ട് നമ്മൾ ഇതിൽ റിലേഷൻ എഴുതുമ്പോൾ 2, 2, 2, 4, 2, 6, 4, 2, 4, 6, 4, 2, 4, 4, 4, 6, 6, 2, 6, 4, 6, 6. ഇതായിരിക്കും നമ്മൾ റിലേഷനായിട്ട് എഴുതാൻ പോകുന്നത്. ഇനി ലാസ്റ്റായിട്ട് അവർ പറഞ്ഞേക്കുന്നത് ഈ രണ്ട് സെറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേഷൻ പോസിബിൾ അല്ല. അതാ പറഞ്ഞേക്കുന്നത്. കാരണം ഫസ്റ്റ് സെറ്റ് ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റാണ്, രണ്ടാമത്തെ സെറ്റ് ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. നമ്മുടെ റിലേഷനിൽ ഓഡും ഈവനും കൂടി മിക്സ് ആവാൻ പറ്റില്ല. ഒന്നില്ലെങ്കിൽ ആ ഓർഡർ പെയർ രണ്ടും ഈവൻ ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും ഓഡായിരിക്കണം. അപ്പോൾ 1ൽ നിന്ന് 2ലേക്ക് ഒരെണ്ണം പറ്റില്ല, 1 4 പറ്റില്ല, 1 6 പറ്റില്ല. 2, 4, 6 ഒക്കെ ഈവൻ ആണ്, ഈ സെറ്റിലത്തെ എലമെൻറ്റ്സ് ഒക്കെ ഓഡാണ്. അതുകൊണ്ട് നമുക്ക് ഈ രണ്ട് സെറ്റുകൾ തമ്മിൽ ഒരു റിലേഷൻ പറ്റില്ല. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് തന്നേക്കുന്ന സെറ്റും റിലേഷനും സെറ്റ് ഓഡാണ്. നമ്മുടെ റിലേഷനിൽ ഒന്നില്ലെങ്കിൽ ഓഡ് അല്ലെങ്കിൽ ഈവൻ മാത്രം പറ്റുള്ളൂ. അപ്പോൾ റിലേഷൻ എഴുതുമ്പോൾ നമുക്ക് ഈവനും ഓടും കൂടി മിക്സ് ആക്കി എഴുതാൻ പറ്റില്ല. ഓഡ് വെച്ച് എഴുതുമ്പോൾ ഓരോ നമ്പേഴ്സും ബാക്കി എല്ലാത്തിനായിട്ടും കണക്റ്റ് ആയിരിക്കും. കാരണം ബാക്കി എല്ലാ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സ് തന്നെയാണ്. അതുപോലെ ഈ സെറ്റ് ഈവൻ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ റിലേഷൻ എഴുതുമ്പോൾ ഒരു നമ്പർ ബാക്കി എല്ലാ നമ്പറായിട്ടും റിലേറ്റ് ചെയ്തായിരിക്കും. ഇത് നമുക്ക് ഈവനും ഓടും കൂടിയിട്ടുള്ള സെറ്റായ കാരണം കൊണ്ട് അങ്ങനത്തെ ഒരു റിലേഷൻ നമുക്ക് പോസിബിൾ അല്ല. നമുക്ക് റിലേഷൻ ഓൾറെഡി തന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മനസ്സിലാവാത്തുണ്ടെങ്കിൽ ചോദിച്ചോളൂ. താങ്ക് യു.